സ്ഥിരമായി നിരന്തരമായി സഹായിക്കുന്ന സഹായികൾ ആരുമില്ല. But God is behind it. എന്നാൽ ദൈവം ഇതിൻ്റെ പിന്നിലുണ്ട്. It's an unction from the Lord that when I was a superintendent a few years ago, that the district took over this school. ചില വർഷങ്ങൾ മുമ്പ് ഞാൻ സൂപ്രണ്ടായിരിക്കുമ്പോൾ ഈ സ്ഥാപനം സ്കൂള് ഡിസ്ട്രിക്റ്റ് ഏറ്റെടുത്ത് ഒരു പ്രത്യേക ദൈവ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. And we have always experienced it, that it is God's way. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് ദൈവത്തിൻ്റെ വഴിയാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മഹാത്മ്യവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. Reverend Santosh John is doing a great job as a principal of this college. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ളതിൽ റെവറൻഡ് സന്തോഷ് ജോൺ വളരെ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I sincerely congratulate him, appreciate him for the service that he is doing. ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ താൻ ചെയ്യുന്ന തൻ്റെ സേവനത്തെ ഹൃദ്യമായി ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. It happened that it is his responsibility to raise funds for this school. ഈ കോളേജിന് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്ന ഒരു സമയമുണ്ട്. Plus all the other responsibilities in the school. അതിനോടൊപ്പം മറ്റ് പ്രിൻസിപ്പൽ എന്നുള്ളതിലുള്ള മറ്റ് ഉത്തരവാദിത്തങ്ങളും. It's a very, very difficult task. അത് വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. But he had been doing it. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നു. Sometimes they have shortage of funds. ചില സമയത്ത് സാമ്പത്തികമായി പണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. Goes into debt. കടം വാങ്ങേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. But God somehow opens a way. എന്നാൽ ദൈവം എങ്ങനെയെങ്കിലും അതിനുവേണ്ടി ഒരു വഴി തുറന്നു തരും. This year also. ഈ വർഷവും Same thing happened. അതേ കാര്യം സംഭവിച്ചു. I knew that they owe so much money. വലിയൊരു തുക കടമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. Somebody sent me some money. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ എൻ്റെ പേർക്ക് എൻ്റെ പണം അയച്ചു തന്നു. One person. ഒരു വ്യക്തി. It's a considerable amount. അത് നല്ലൊരു തുകയായിരുന്നു. That met maybe 75% of the debt at that time. ആ തുക വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കടത്തിൻ്റെ 75% കൊടുത്തു തീർക്കാൻ സാധിച്ചു. Then there was some more left. പിന്നെയും കുറേ കടം അവശേഷിച്ചു. Then God sent Dr. Isaac Cherian and Dr. Susan Cherian our way. ആ സന്ദർഭത്തിലാണ് ഡോക്ടർ ഐസക് ചെറിയാനും ഡോക്ടർ സൂസൻ ചെറിയാനും ഈ സ്ഥാപനം സന്ദർശിച്ചത്. They have come to this country as the official missionaries of the Assemblies of God of America. അവർ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരാക്കിയ ശേഷം ഈ കാലത്ത് അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് ഔദ്യോഗിക മിഷണറിമാരായിട്ടാണ് ഇവിടെ സന്ദർശിച്ചത്. So they are from Kerala, members of the Assemblies of God. Their parents had been Assemblies of God ministers here in the state of Kerala. അവർ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്, കേരളത്തിൽ വളർന്നവരാണ്. അവരുടെ പിതാവും മറ്റും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ശുശ്രൂഷകന്മാരായിരുന്നു. അവർ അസംബ്ലീസ് ഓഫ് ഗോഡിലെ അംഗങ്ങളാണ്. And they have special burden for the ministry in North India. വടക്കേന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആത്മഭാരം കർത്താവർക്ക് കൊടുത്തു. So I talked to them about the school. അതുകൊണ്ട് ഞാൻ ആ സാഹചര്യത്തിൽ അവരോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു. And brought them to the school. ഞാൻ അവരെ ബഥനിയിലേക്ക് കൊണ്ടുവന്നു. Whatever they owed at that moment, he wrote a check and paid it. അന്ന് എത്ര രൂപ ബഥനി കടമുണ്ടായിരുന്നോ അത്രയും രൂപയ്ക്കുള്ള ഒരു ചെക്ക് എഴുതി അദ്ദേഹം തന്നു. So it's absolutely God doing all these things. വാസ്തവമായിട്ടും ദൈവം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. Bethany stands for a special purpose. ബഥനി ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിലനിൽക്കുന്ന സ്ഥാപനമാണ്. Of course, we believe in academics. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസ നിലവാരത്തിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമുള്ളവരാണ്. അതിന് പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. And that's one of the reasons Bethany is instituted. ബഥനി ഒരു വേദശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. Even we wanted to have higher education here in the school. ഈ സ്ഥാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We're working towards it. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. But at the same time, we believe
in the power of the Holy Spirit. അപ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസ മൂല്യത്തോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. These brothers and sisters received intellectual information from the school. ഈ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ബൗദ്ധികമായ അറിവുകൾ സമ്പാദിച്ചു. That's great. അത് വളരെ ശ്രേഷ്ഠമാണ്. But at the same time, to save a soul, that is not sufficient. അപ്പോൾ തന്നെ ഒരു ആത്മാവിനെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഈ ബൗദ്ധികമായ ജ്ഞാനം മാത്രം മതിയായതല്ല. To destroy the works of the devil, that's not enough. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, തകർക്കുവാൻ, നിർമൂലമാക്കുവാൻ ആ ബൗദ്ധിക ജ്ഞാനം മാത്രം പര്യാപ്തമല്ല. It needs a special visitation of the Holy Spirit, a special anointing from God. ആ കാര്യം നിവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക സന്ദർശനം, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അഭിഷേകം ആവശ്യമായിട്ടുണ്ട്. I challenge you, graduates, before you enter into the fields, receive a greater portion of the Holy Spirit that will enable you to do the work that God has called you for. ഈ ബഥനിയിലെ പഠിത്തത്തിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്കായി വയലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആ പ്രത്യേക അഭിഷേകത്തിൻ്റെ ആ പകർച്ച നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങണമെന്നും, എങ്കിൽ മാത്രമേ ദൈവം നിങ്ങളെ ഏതൊരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നുവോ അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയുള്ളൂ എന്നും ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം പ്രബോധിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. I congratulate you, graduates. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ ഞാൻ വിശേഷാൽ അഭിനന്ദിക്കുന്നു. Thank you for coming to this institution. ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾ പഠിക്കുവാനിടയായതിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. May God use you for His kingdom. തന്റെ രാജ്യത്തിനായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ. I congratulate all the teachers and the staff working hard in this institution. ഈ സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരെയും മറ്റ് പ്രവർത്തകരെയും ഞാൻ വിശേഷാൽ And അനുമോദിക്കുന്നു. everyone standing behind us, we thank you, we appreciate you. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പിന്നിൽ നിന്ന് സഹായിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി പറയുകയും ഞങ്ങൾ അത് നന്ദിപൂർവ്വം സ്വീകരിക്കുകയും നിങ്ങളെ അഭിനന്ദനം ചെയ്യുകയും ചെയ്യും. This is an Assemblies of God Malayalam District School. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സ്ഥാപനമാണ്. And on behalf of the executive committee of the Assemblies of God Malayalam District and on behalf of all the pastors and churches, I greet you, I congratulate you. ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ സാമുൽ അവറുകളെ ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ രീതിയിൽ ആദരിക്കുവാനായിട്ട് ബഥനി തീരുമാനിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഞാൻ വിശേഷാൽ മുൻപോട്ട് ചെയ്തു. ഈ മെമൻറ്റോ കൊടുക്കാൻ വേണ്ടി അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറി റവൻ ഡോക്ടർ ബാബു ജോർജിനെ ഞാൻ ക്ഷണിക്കുന്നു. Thank you, Bethany. Token of appreciation, this is considered to be a matter of extreme honor to appreciate Reverend T.J. Samo, patron and chairman of Bethany Bible College, Trivandrum, for the tremendous support and administrative leadership for the last 1 decade. We feel proud to appreciate you for motivating Bethany for higher achievements in various areas of mission and ministry. Your life and ministry is surely an asset of God's kingdom and for the Assemblies of God Church in India, given on 22nd January 2014, Reverend Santosh John, Principal. Thank you. ഈ സമയം ഈ പ്രാവശ്യത്തെ മാഗസിൻ റിലീസ് ചെയ്യാനായിട്ട് എൻ്റെ എഡിറ്ററെയും സഹാധ്യാപകരെയും ഞാൻ ക്ഷണിക്കുന്നു. I would request my associates in this venture, Reverend Nanu, to join me, and also our office secretary, Brother Shiju, also. Please come forward. I think we have to give them an applause. ഒരു കരം അടിച്ചൊന്ന് അഭിനന്ദിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് Brother Shiju. It's a matter of immense joy to have this
Challenge 2014 to be released at this occasion, this auspicious occasion of the centenarium of the Assemblies of God worldwide. ലോകവ്യാപകമായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 100ാമത്തെ വർഷത്തെ ഈ ഓർത്ത് ആഘോഷിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന വർഷത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ബെഥനി ബൈബിൾ കോളേജിൻ്റെ ചലഞ്ച് 2014 പ്രകാശനം ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. I especially want to thank Reverend Nanu as my associate editor going through all the Malayalam and English articles and doing the necessary corrections and editing in this regard. I want to appreciate him and thank him. അതുമാത്രമല്ല, ഞാൻ ഈ തരുണത്തിൽ എനിക്ക് വേണ്ടിയും നന്ദി പറയുകയാണ്. ഈ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ആർട്ടിക്കിൾ നല്ല രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്തതിനെ ഓർത്തു അദ്ദേഹത്തിന് നന്ദി പറയുന്നു. Of course, all the articles from the faculty members and other guests have been checked and edited by Reverend Santosh John, our principal. I want to appreciate him in that manner. അതുമാത്രമല്ല, മറ്റുള്ള തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ആർട്ടിക്കിളുകളെയും അതിനെക്കുറിച്ചുള്ള എഡിറ്റിംഗ് വർക്ക് ചെയ്തത് റവറൻഡ് സന്തോഷ് ജോൺ സാറാണ്. അദ്ദേഹത്തിനും ഇത്തരണത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. Of course, brother, one of our graduates this year as the student representative in the editorial board, brother Nikhil Raj Gupta also had helped me in reading the articles by the students. അതുമാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നിട്ട് നിഖിൽ രാജ് ഗുപ്ത എന്ന് പറയുന്ന ബ്രദറാണ് ഇതിനെ സഹായിച്ചത്. അദ്ദേഹത്തിനും നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. Of course, even as they have done all these works as a chief editor, I have done the final touch and final reading and the final corrections to see that it is excellent. അതുമാത്രമല്ല, ഇതിനെല്ലാത്തിനും ശേഷമായി ഞാൻ ഒന്നുകൂടെ അതിനെ നോക്കി ഇത് നല്ലത് എന്ന് കാണുവാൻ ഇടയായി. And this time I especially want to appreciate and thank Brother L. Shiju, our office secretary, laboring so hard to make this venture true so that it could be released at this auspicious occasion. അതുമാത്രമല്ല, ഇത്ര മനോഹരമായ ഈ നിമിഷത്തിൽ ഈ സുവനീറിനെ ഇത്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഠിന പ്രയത്നം ചെയ്ത നമ്മുടെ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷിജുവിനോടും ഇത്തരുണത്തിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. Now our dignitaries will come and release this magazine, and then immediately after that I request all the volunteers to distribute this magazine for the audience. ഈ മാഗസിൻ ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥികൾ അതിനെ സ്വീകരിച്ചതിന് ശേഷമായിട്ട് നമ്മുടെ സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, അവർ സ്വീകരിച്ച അനന്തരമായി ഈ മാസിക എല്ലാവർക്കും കൊടുക്കുവാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ മലയാളം കൂടെ പറയാനിടയ്ക്ക് താങ്ക് യു നന്ദി ഫോർ ട്രാൻസ്ലേറ്റിംഗ്. ഇത് വളരെ മനോഹരമായ മാഗസിനാണ്, നമ്മുടെ കുടുംബ മാഗസിനാണ്. ഈ വർഷം ഇതിനകത്ത് പരസ്യങ്ങൾ വളരെ കുറവാണ്, എല്ലാം നല്ല മനോഹരമായ ലേഖനങ്ങളാണ്. ഇത് ഒരു മാസികയ്ക്ക് ഏകദേശം 125 രൂപ ചെലവുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോൾ എത്ര രൂപ തരണം എന്ന് ഞങ്ങൾ കൃത്യമായൊരു തുക പറയുന്നില്ല. ഇതിൻ്റെ ഭാരിച്ച ആവശ്യം മനസ്സിലാക്കി ഇതിൻ്റെ ഓരോ കോപ്പിയും കൈപ്പറ്റുമെന്നവർ ഇതിനുവേണ്ടി നല്ലൊരു സംഭാവന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നതനുസരിച്ച് ഈ മാഗസിൻ നിങ്ങളുടെ പക്കൽ തരുന്നവർക്ക് കയ്യിൽ ഏൽപ്പിക്കുകയും അവർ ഉടൻ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിക്കുകയും ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. I consider it to be my great honor to have our patron and our superintendent of the district and the general secretary of the Assemblies of God India to come forward and release it by giving the first copy to my college mate and friend Chaco Thomas or C. Thomas, who is our guest of honor for the day. You want to say a word? ഇപ്പോൾ വാളണ്ടിയേഴ്സ് ദയവായിട്ട് ഈ മാഗസിൻ്റെ കോപ്പികൾ ഓഡിയൻസിൽ വിതരണം ചെയ്യണം. അതിനായിട്ട് ചുമതലപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ ഓഡിയൻസിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. സ്റ്റേജിലും ബ്രദർ റോബിൻ ഉണ്ട്, അത് അദ്ദേഹം ചെയ്യുന്നതായിരിക്കും. ആശംസകൾക്കായിട്ട് ഞാൻ ചില പ്രിയപ്പെട്ടവരെ കൂടെ ക്ഷണിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന, അതോടൊപ്പം തന്നെ ഫെയ്ത്ത് ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പലും റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് മുൻപോട്ട് വന്ന് ഗ്രീറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന റവറൻഡ് യാഹുദത്ത് മണി, ക്രിസ്തുദാസ് പാസ്റ്റർ വന്നിട്ടില്ല. അതിനുശേഷം റവറൻഡ് ഡോക്ടർ ഐസക് ചെറിയാൻ മുൻപോട്ട് വന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിനെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. ബാബു ജോർജ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഥനി ബൈബിൾ കോളേജ് ഇത്ര മഹത്വകരമായ നിലയിൽ ഫങ്ഷൻ ചെയ്യത്തക്കവണ്ണം കഴിഞ്ഞ ദീർഘവർഷക്കാലം ദൈവം നല്ലവനായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇവിടെ ആരംഭിച്ചു. ഈ ചുരുക്കം വർഷം കൊണ്ട് ഭാരതത്തിൻ്റെ മിക്ക സ്റ്റേറ്റുകളിലും കാലുവെക്കുവാൻ ബഥനി ബൈബിൾ കോളേജിലെ ഗ്രാജുവേറ്റ്സിന് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ ബഥനി ബൈബിൾ കോളേജ് ഒരു മൈൽ സ്റ്റോൺ പതിപ്പിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം എനിക്ക് അഭിനന്ദിക്കാനും പ്രത്യേകം നന്ദി വാക്കുകൾ പറയാനൊക്കുന്നതുമായ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സൂപ്രണ്ടും ഈ ബൈബിൾ കോളേജുകളുടെ ചെയർമാനായി ബഥേൽ ബൈബിൾ കോളേജിൻ്റെയും ഫെയ്ത്ത് ബൈബിൾ കോളേജിൻ്റെയും ബഥനിയുടെയും നമ്മുടെ എല്ലാ സ്ഥാപനത്തിൻ്റെയും ചെയർമാനായി വിഷണറിയായി സേവനമനുഷ്ഠിക്കുന്ന പെന്തിക്കോസ് പ്രസ്ഥാനത്തിൻ്റെ വരദാനമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് റെവറൻ TJ സാമുവൽ അവരുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന സന്തോഷ് ജോൺ, ബഹുമാന്യനായ സൂപ്രണ്ട് പ്രാരംഭത്തിൽ ഈ കോളേജിൽ വിശ്വാസത്താൽ പോകുന്നതിനെക്കുറിച്ച് ഓർപ്പിച്ചല്ലോ. വിശ്വാസത്താൽ തുടങ്ങുന്ന ഒരു സ്ഥാപനവും അത് കീഴോട്ട് പോകത്തില്ല, അത് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സർവകൃപാലുവായ ദൈവം ഈ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 100-ാം വർഷം ആകുകയാണല്ലോ. ഈ വർഷത്തിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഹിസ്റ്റോറിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാൽ ചരിത്രത്തെ തിരുത്തി കുറിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ദൈവം പകരും എന്നുള്ളതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫീൽഡിലേക്ക് പോകുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ നൽകട്ടെ എന്ന് ഫെയ്ത്ത് ബൈബിൾ കോളേജിൻ്റെ പേരിലും മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ പേരിലും ഞാൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ആശംസയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും ഇരിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹീതമായ നല്ല ഗ്രാജുവേഷൻ സർവീസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2014 ബഥനി ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ സർവീസിൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമെന്നുള്ളത് മറ്റ് എല്ലാ വർഷങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് ഈ 2014. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബഥനി ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ഓരോ വർഷം കഴിയും തോറും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഈ സമ്മേളനത്തിൽ ഏറ്റവും അനുഗ്രഹീതരായ ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ ഇതിൽ പങ്കുകൊള്ളുന്നു. ബഥനി ബൈബിൾ കോളേജിൻ്റെ ചെയർമാനും അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സൂപ്രണ്ടും അതിലുപരിയായി അസംബ്ലീസ് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്ന റവൻ TJ സാമുവൽ സാറ്, അതുപോലെ ബഥനി ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ റവൻ സന്തോഷ് ജോൺ, മറ്റ് ബഥനിയിലെ അധ്യാപകർ, ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ ദാസൻ റവൻ ഐസക് ചെറിയാൻ ആൻഡ് ഫാമിലി, മറ്റെല്ലാ വിശിഷ്ടാതിഥികൾക്കും, പ്രസ്ബിറ്റേഴ്സ്, മറ്റ് ദൈവജനം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ദൈവം നമ്മുടെ പ്രദേശത്തിൽ വളരെ അനുഗ്രഹപ്രദമായി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് ബഥനി. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ
നോർത്ത് ഇന്ത്യൻ മിഷൻസിന് വേണ്ടി വളരെ അനുഗ്രഹീതമായ നിലവാരത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ ബദനിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും നോർത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിൽ എന്നുള്ളതിനേക്കാളുപരി നോർത്ത് ഇന്ത്യയിൽ അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യൻ മിഷനോടുകൂടെ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് ബദനി. എന്നാൽ അതുപോലെ അവിടെ പ്രവർത്തനങ്ങളിലും ഓരോ വർഷവും ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ കടന്നുപോയി കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ നല്ല ഉന്നതമായ നിലവാരങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് നേരിൽ കാണുവാനും അനുഭവിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം ഈ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി കർത്താവിന് മഹത്വം കരയറ്റുക. എന്നാൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ നിങ്ങളുടെ നിയോഗം നിങ്ങൾ നന്നായി തിരിച്ചറിയും. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗം ഇതാണ്: നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, അതുപോലെ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതഗ്രസ്തരെ വിടുവിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക. ഒരു വലിയ നിയോഗമാണ് യഥാർത്ഥത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് നൽകുവാനിടയായി. നിങ്ങളുടെയും യഥാർത്ഥത്തിൽ ഈ ഗ്രാജുവേഷനിൽ നിങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയോഗം സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതഗ്രസ്തരെ വിടുവിക്കുക, ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കാര്യം നിങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ആ നിയോഗം, ആ കാര്യം ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ വിളിക്കുക. ഞങ്ങളല്ല, സമൂഹമല്ല,